നമുക്കൊരു വചനം വായിക്കാം. 2 തിമോത്തിയോസ് അതിൻ്റെ 3-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ വായിച്ച് നമ്മൾ ഇന്ന് ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോകുക. 2 തിമോത്തിയോസ് അതിൻ്റെ 3-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുക. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചത് എന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇത് തിമോത്തിയോസിനോട് പറയുന്നൊരു കാര്യമാണ്. എന്നാൽ ഇത് തിമോത്തിയോസിനോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടും കൂടെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന കാര്യമാണ്. അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നമുക്ക് ഏതൊരു കാര്യത്തിനും ആധികാരികമായി എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക കാര്യം ഇന്ന് നമ്മുടെ മുൻപിലുള്ളത് വിശുദ്ധ ലിഖിതങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് വചനം പറയുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ച് അറിഞ്ഞിട്ടുള്ളതാണല്ലോ. വീണ്ടും അടുത്ത വാക്യം വായിക്കുമ്പോൾ, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ലിഖിതം അത് ദൈവനിവേശിതമാണ്, അതിനാൽ അവ പ്രബോധനത്തിന്, 2 ശാസനത്തിന്, 3 തെറ്റുതിരുത്തലിന്, നീതിയിലുള്ള പരിശീലനത്തിന്. ഈ 4 കാര്യങ്ങൾക്കും നിനക്ക് ഏക ആധികാരികമായ കാര്യം എന്താണ്? ഈ വിശുദ്ധ ലിഖിതം മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ? മറ്റൊന്നും നമുക്ക് ഇന്ന് ഒരു ഉറപ്പില്ല. പാരമ്പര്യത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളെപ്പോഴൊരു നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വീഡിയോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നൊരു കാര്യം. അതായത് ഒരു വലിയ ഗ്രൂപ്പ്, ഒരു 15 പേര് 20 പേരൊക്കെ നിരത്തിയിരുത്തും. ഏറ്റവും ബാക്കിലിരിക്കുന്ന ആള് തൊട്ട് മുമ്പിലിരിക്കുന്ന ആളെ തോണ്ടി വിളിക്കും, എന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ കഥകളി ആയിരിക്കും, ചിലപ്പോൾ കുച്ചിപ്പുടി ആയിരിക്കും, എന്തെങ്കിലും സംഭവം, ഡാൻസോ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കും. ഇവൻ അടുത്ത ആളെ തോണ്ടി അവന് കാണിച്ചു കൊടുക്കും, അവൻ അടുത്ത ആളെ കാണിച്ചു കൊടുക്കും. ഏറ്റവും ആദ്യം കാണിച്ചു കൊടുത്തവനും അവസാനം കാണിച്ചു കൊടുക്കുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല, അല്ലേ? ഇവൻ ഉപ്പുമാങ്ങാന്നാ പറഞ്ഞെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ ബിരിയാണി ആയിട്ടുണ്ടാവും. ഇത് തമ്മിൽ യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല. ഇതാണ് പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളിൽ നിന്നും തലമുറ ഇങ്ങനെ കൈമാറി വന്ന കാര്യത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് ഈ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ഈ എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതം നമുക്ക് നൽകിയത്, അല്ലേ? ഇന്ത്യയുടെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു കാലത്ത് ഏകദേശം 600-ലധികം രാജ്യങ്ങളായിരുന്നു, അല്ലേ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് അവർക്ക് ഈസി ആയിട്ട് ഇതിനെ കീഴടക്കാൻ സാധിച്ചത് എന്ന് കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ കേരളത്തിൽ തന്നെ പല രാജാക്കന്മാര് പല സൈഡിൽ പല വഴിക്ക് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് യുദ്ധം ചെയ്തു. ഒരെണ്ണം പോലും ശക്തമായിട്ട് നിൽക്കാൻ പറ്റിയില്ല. ഏകദേശം 600-ലധികം രാജ്യങ്ങൾ, 600-ലധികം രാജാക്കന്മാർ എന്ത് സംഭവിച്ചു? വിദേശി വന്ന് നമ്മളെ കീഴ്പ്പെടുത്തി അവർ കുറേ കാലം ഭരിച്ചു. പക്ഷെ അതിനുശേഷം പിന്നീട് ഇന്ത്യ എന്നൊരു യൂണിയൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് കൃത്യമായി ഒരു നിയമസംഹിത ഉണ്ടായി. അതിന് എഴുതപ്പെട്ട ഒരു ഭരണഘടന അംബേദ്കറിലൂടെ, അല്ലെങ്കിൽ അംബേദ്കർ മാത്രമല്ല, അങ്ങനെ പ്രഗത്ഭരായ വ്യക്തികളിലൂടെ ഇന്ത്യക്ക് ഒരു കൃത്യമായ ഒരു ഭരണഘടന ഉണ്ടായി. അപ്പൊ ഈ ഭരണഘടന ഉണ്ടായിരിക്കെ ഒരുവൻ ആ ഭരണഘടനയെ ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ ശിക്ഷിക്കപ്പെടും. ഒരിക്കലും അവൻ രക്ഷിക്കപ്പെടുമോ? ഇല്ല. കാരണം ഭരണഘടന എഴുതി ഉണ്ടാക്കിയതേ അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഒരു രാജ്യത്തിന് അതിൻ്റെ എല്ലാ രീതിയിലുള്ള മുന്നോട്ട് പോക്കിനും ഒരു ഭരണഘടന വേണമെന്ന് ഒരു സാധാ മനുഷ്യൻ പോലും അറിയാം. അപ്പൊ ദൈവരാജ്യത്തിന് എഴുതപ്പെട്ട ഒരു നിയമം വേണോ വേണ്ടേ? അതായത് ഈ സാമാന്യമായ ബുദ്ധിക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആയിരിക്കുന്ന ഏത് രാജ്യത്തിനും എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാകെ. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന്റെ ഭരണഘടനയിൽ മാത്രമാണ് അൺറിട്ടൺ ലോസ് ഉള്ളത്. റിട്ടൺ ഭരണഘടനയെ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഞാൻ ഡീറ്റെയിലേക്കല്ല പോകുന്നത്. ആ ഒരു ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും എഴുതപ്പെട്ട ഭരണഘടനാ രീതികളാണ്. എഴുതപ്പെട്ട രീതികളിലാണ് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇനി അത് നമ്മളിപ്പോൾ വെറുതെ എടുക്കുകയാണ്, ഇസ്ലാമിക രാഷ്ട്രങ്ങളാണെങ്കിൽ പോലും അവിടെ ഏകാധിപത്യ ഭരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള മതരാഷ്ട്രമാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ പോലും ശരീഅത്ത് എന്ന് പറയുന്ന അവരുടെ എഴുതപ്പെട്ട നിയമങ്ങൾ അവർക്കുണ്ട്. എല്ലാത്തിലും ഈ എഴുതപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് മാത്രം അത് യാതൊരു വിധത്തിലും ബാധകമല്ല. അതിപ്പോൾ എങ്ങനെയും ആകാം.
നമ്മൾ ഏതൊരു കാര്യത്തിനും നമുക്ക് അടിസ്ഥാനമായി എടുക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, വിശുദ്ധ ബൈബിൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ജീസസ് വിഷന്റെ ഓരോ മക്കൾക്കും എപ്പോഴും അറിയാം, ബൈബിളാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതൊരു കാര്യത്തെയും തീരുമാനമെടുക്കാറുള്ളൂ. മറ്റൊരു തീരുമാനം നമ്മളൊന്നിനും എടുക്കാറില്ല. ഇപ്പോൾ വചനം പറയും, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അപ്പൊ ഈ 4 കാര്യത്തിനും ഉപകരിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യം. ഇവിടെ പാരമ്പര്യത്തെ യാതൊരു വിധത്തിലും തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല, പറഞ്ഞിട്ട് പോലുമില്ല. അപ്പോ 4 കാര്യങ്ങൾ. ഒന്ന്, പ്രബോധനത്തിന്. എന്താണ് പ്രബോധനം? നിത്യരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഒരുവൻ പോകണമെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച്, എങ്ങനെ പോകരുത് എന്നുള്ളതിനെ കുറിച്ച്, ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് പ്രബോധനം. പലപ്പോഴും നമ്മൾ പല വീഡിയോസും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല ക്ലാസ്സുകളും നമ്മൾ ചെയ്യുമ്പോൾ ഇതാണോ സുവിശേഷ പ്രഘോഷണം, ഇതാണോ പ്രബോധനം എന്ന് പലരും ചോദിക്കുന്നത് കേൾക്കാം. ഇതാണോ സുവിശേഷ പ്രഘോഷണം? എല്ലാവരുടെയും, പ്രത്യേകിച്ച് കേരള ജനതയുടെ, മലയാളിയുടെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് പറയുന്നതാണ് സുവിശേഷം. മറ്റൊന്നും പറയാൻ പാടില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുമെന്ന് കറക്റ്റായിട്ട് യേശുക്രിസ്തു പറഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കും. അപ്പൊ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കൊച്ചു കുഞ്ഞ്, നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് നോക്കിയാൽ, ആ കൊച്ചു കുഞ്ഞിനെ നമ്മൾ വളർത്തുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അവനെ തെറ്റ് കാണിച്ചു കൊടുക്കും, അവന് ശരിയും കാണിച്ചു കൊടുക്കും. ശരി മാത്രം പറഞ്ഞു കൊടുക്കുകയാണോ? അവനെ സ്നേഹിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അല്ല, ശാസിക്കുകയും ചെയ്യും. അവന്റെ തെറ്റ് കണ്ടാൽ തിരുത്തുകയും ചെയ്യും. ഇത് സ്നേഹമുള്ള ഏതൊരു പിതാവും എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, ദൈവവും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അത് പ്രബോധനത്തിനും അതുപോലെ തന്നെ ശാസനത്തിനും, തെറ്റ് കണ്ടാൽ അതിനെ ശാസിച്ച് അതിനെ മാറ്റാനുള്ള പ്രബോധനം കൊടുത്ത്, തെറ്റ് തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും, അവനെ നീതിയിൽ നടത്തിപ്പേണ്ടതിനും നമുക്ക് എഴുതപ്പെട്ട ഈ പുസ്തകം മാത്രമേ നമ്മുടെ കയ്യിൽ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നുള്ളൂ. നമുക്കൊരു വചനം വായിക്കാം. നിയമാവർത്തന പുസ്തകം അതിൻ്റെ 30-ാം അധ്യായം 10-ാം വാക്യം. അതായത് ഒരു ലോഡ് അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞേക്കുക, കുറേ അനുഗ്രഹങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തരുന്ന എല്ലാ പ്രയത്നങ്ങളും സമൃദ്ധമായി അനുഗ്രഹിക്കും. ധാരാളം മക്കള്, കന്നുകാലി കൂട്ടങ്ങൾ, ഇങ്ങനെ വേണ്ട ഒരു ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂടെ പറഞ്ഞിട്ട് ആ അനുഗ്രഹങ്ങളുടെ താഴെ പറഞ്ഞിരിക്കുകയാണ്, ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. എടാ, നിനക്ക് തോന്നിയ പോലെ നടന്നാൽ ഈ അനുഗ്രഹമൊന്നും നിന്റെ കയ്യിലേക്ക് വരത്തില്ല. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ നടന്നാൽ യാതൊരുവിധ അനുഗ്രഹവും നീ പ്രാപിക്കത്തില്ല. ഈ പറഞ്ഞ അനുഗ്രഹത്തിലേക്ക് ആയിരിക്കില്ല നീ പോകുന്നത്, വഴിതെറ്റിയായിരിക്കും പോകുന്നത്. എന്നാൽ ഈ നിയമഗ്രന്ഥത്തിലെ ഓരോ വാക്യങ്ങളും ഓരോ വചനങ്ങളും ചട്ടങ്ങളും നീ അനുസരിക്കുന്നെങ്കിൽ, നീ അത് സ്വീകരിക്കുന്നുവെങ്കിൽ, നീ അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നീ അത് അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. അല്ലെ, അങ്ങനെയല്ലേ വചനം പറഞ്ഞേ? അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. അപ്പൊ അനുസരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൈവവചനം, ദൈവകൽപ്പനകൾ അനുസരിച്ചേ മതിയാകൂ. ആ കൽപ്പനകൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല. അപ്പൊ നോക്കുക, യേശുക്രിസ്തു പഴയ നിയമത്തെയും എല്ലാത്തിനെയും പൂർത്തീകരിപ്പാനാണ് വന്നത്. അപ്പൊ ക്രിസ്തു എല്ലാം പൂർത്തീകരിച്ചു. അപ്പൊ ഇനി പഴയ നിയമം നമ്മൾ പാലിക്കണോ? പഴയ കൽപ്പനകൾ നമ്മൾ നോക്കണോ? പഴയ കൽപ്പന എന്തെങ്കിലും നമ്മൾ നോക്കണോ? പശ്ചാത്തലത്തിൽ നമ്മൾ പഴയ കൽപ്പനയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? പുതിയ കൽപ്പന മാത്രം നോക്കിയാൽ മതിയോ? എടാ, ഒരു വീട് പണിതു, അടിത്തറ ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീടിന് വല്ല സാധ്യതയുണ്ടോ? അടിത്തറ ഇട്ടത് ഈ പറയുന്ന 10 കൽപ്പനകളിലൂടെയാണ്. പക്ഷേ അതിന്റെ പൂർത്തീകരണത്തിലൂടെ നോക്കിയാലേ അതിന്റെ ഭംഗി മനസ്സിലാകത്തുള്ളൂ, അല്ലേ? വീടിന്റെ മേൽക്കൂര മുതൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ വീട് പൂർത്തിയാകാതെ നിൽക്കുന്ന ഒരു വീടിന്റെ പ്ലാനും പദ്ധതിയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ വെറുതെ ചോദിക്കും, ഇതാണോ ബാത്റൂം എന്ന് ചോദിക്കും. ചിലപ്പോൾ അത് അടക്കളയായിരിക്കും. കാരണം നമുക്കറിയത്തില്ല ഇതിപ്പോൾ ഏതാണ്. പ്ലാൻ ചെയ്തവനെ അറിയത്തുള്ളൂ. എന്നാൽ അതിന്റെ എലിവേഷൻ കാണിച്ചു തന്നാൽ, അങ്ങനെയല്ല അങ്ങനെ ആ വാക്ക് പറയുന്നത്, ഇങ്ങനെ 3D ഒക്കെ വെച്ച് ആ വീടിന്റെ പൂർണ്ണ രൂപം കാണിച്ചു തന്നാൽ, ആ കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. പണി പൂർത്തീകരിച്ചുമ്പോൾ നമുക്ക് ഓക്കെയാണ്, ഓക്കെ ഇത് നന്നായിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പിൽ കാണുമ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് വരാൻ പോകുന്നത്? ഒരു ചിത്രകാരൻ ഒരു പടം വരയ്ക്കുക, അവൻ ആദ്യം വരയ്ക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് പട്ടീനെയാണ് വരയ്ക്കുന്നത്, പൂച്ചേനെയാണ് വരയ്ക്കുന്നത്, മനുഷ്യനെയാണ് വരയ്ക്കുന്നത്, മനസ്സിലാകത്തില്ല. പക്ഷെ വരച്ച് വരുമ്പോൾ നമുക്ക് ഗസ് ചെയ്ത് എത്താം. പക്ഷെ പൂർത്തിയാകുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.
ഓൾഡ് ടെസ്റ്റ്മെന്റ് നിയമാവർത്തന പുസ്തകങ്ങൾ അല്ലെങ്കിൽ 10 കൽപ്പനകൾ തുടങ്ങി ആദ്യത്തെ 5 പുസ്തകം കൃത്യമായി ഈ കൽപ്പനകളെ കുറിച്ചും അതിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചും നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്നാൽ അതിന്റെ പൂർണ്ണത വരുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ കണ്ണാടി വെച്ച് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മോശയുടെ കൽപ്പനയാകട്ടെ, ദൈവം മോശയിലൂടെ നൽകിയതും സകല കൽപ്പനകളെ കുറിച്ച് നമുക്കൊരു വെളിപ്പാട് കിട്ടും, നമുക്കൊരു ബോധ്യം കിട്ടും. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഓരോ വചനത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു കൽപ്പനയുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇത് ശരിയാണോ തെറ്റാണോ? അവൻ എന്നെ അടിച്ചു, ഞാൻ അവനെ തിരിച്ചടിച്ചു. അവൻ എന്നെ തെറി വിളിച്ചു, ഞാൻ അവനെ 2 എണ്ണം വിളിച്ചു. ശരിയാണോ തെറ്റാണോ? അല്ല, പഴയ നിയമത്തിൽ അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് എന്ത് തന്നോ അത് അങ്ങനെ തന്നെ അങ്ങോട്ടും കൊടുക്കുക. അതാണല്ലോ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. യഥാർത്ഥത്തില് അന്നത്തെ മനുഷ്യന്റെ ആ ഒരു മാനസികാവസ്ഥ ഇതിനേക്കാളും മോശമായിരുന്നു. നമ്മളിപ്പോൾ കേരളത്തെ മാത്രം വെറുതെ ചിന്തിച്ചു നോക്കുക. ഒരു 100 വർഷം മുമ്പുള്ള കേരളം എങ്ങനെയായിരുന്നു? സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കേരളം എന്തായിരുന്നു? മറ്റുള്ളവനെ പറ്റിക്കാൻ അവസരം കിട്ടിയ പറ്റിക്കുകയും വെറ്റിക്കുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. ഇനി വേണ്ട ഒരു 200-300 വർഷം മുമ്പുള്ള കേരളം എന്തായിരുന്നു? ജാതി വ്യവസ്ഥകളിൽ പലവിധ വ്യത്യാസങ്ങൾ, ഒരുത്തനെ കണ്ടുകൂടാ, അവനെ കൊല്ലാൻ പോലും ആരും ചോദിക്കാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ എഴുതപ്പെട്ട ഒരു നിയമസംഹിത നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഒരു ഭരണഘടന കിട്ടിക്കഴിഞ്ഞപ്പോൾ, മറ്റവനെ അവന്റെ ജാതി പേര് വിളിച്ചാൽ ഇവൻ അകത്താവും, അല്ലേ? ജാമ്യമില്ല വാറണ്ട, പിന്നെ അവൻ പുറത്തിറങ്ങി മറ്റവൻ പറയണം. ഏറ്റവും താഴ്ന്ന ജാതിക്കാരനെ അവന്റെ ജാതി പേര് വിളിച്ചാൽ നമുക്ക് പണി കിട്ടും. അതേ അവസ്ഥയായി എഴുതപ്പെട്ട ഒരു നിയമം വന്നപ്പോൾ. ദൈവം, മനുഷ്യന്റെ മാനസികാവസ്ഥ അറിയാവുന്ന ദൈവം വളരെ കൃത്യമായി പടിപടിയായി അതിന്റെ സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓരോ കൽപ്പനകളും. എന്നാൽ ഈ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നിയമം കൊടുത്ത ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ഇങ്ങനെയുള്ള നിയമം തന്നെ അവിടെയും കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തു അതിന്റെ പൂർത്തീകരണ നിയമം കൊണ്ടുവന്നു. എന്താണ്? നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. എൻ്റെ വലത് കൈയെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് സ്നേഹിക്കണം. എന്നാലേ ഞാൻ ക്രിസ്തുവിന്റെ കൽപ്പന പാലിക്കത്തുള്ളൂ. അപ്പൊ എൻ്റെ വലത് കൈ ഒരു തെറ്റ് ചെയ്തു, ഇടത് കൈ അതിനെ പോയി അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇടത് കൈ അടിച്ചാൽ എങ്ങനെയുണ്ടാവും? കഴിഞ്ഞ ആഴ്ച ബൈക്കിന് പോയി കഴിഞ്ഞപ്പോൾ കണ്ണിൽ ഈച്ച കയറിയപ്പോൾ നീ തിരുമിയില്ല. വലത് കൈയോട് നമ്മൾ പറയാം, നീ എന്നെ തിരുമി എന്നെ സഹായിച്ചില്ല, അല്ലെങ്കിൽ ഈച്ചേനെ എടുത്ത് കളഞ്ഞില്ല, അതുകൊണ്ട് നിന്റെ കൈ മുറിഞ്ഞ് അവിടെ കിടക്കട്ടെ. നമുക്കൊരു പരിക്ക് പറ്റി, വലത് കൈക്ക് ഒരു പരിക്ക് പറ്റി. ഏതാ? കറക്കി അരിഞ്ഞപ്പോൾ നമ്മള് എന്താ അരിയ, എന്തോ പച്ചക്കറി അരിഞ്ഞപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് ഈ കൈക്ക് എന്തോ ഒരു മുറിവ് പറ്റി. അപ്പൊ നമ്മൾ വലത് കൈയോട് പറയാ, നീ കഴിഞ്ഞ ആഴ്ച എനിക്കിട്ട് പണി എന്നതാ, നീ അവിടെ ഇരുന്നോ. അങ്ങനെ കൈയോട് പറഞ്ഞ എങ്ങനെയുണ്ടാവും? നമ്മൾ പറയുമോ ആരെങ്കിലും? ഇല്ല. കൈ മുറിയുമ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഇത്തിരിക്കോളം പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭീമമായി വെച്ച് പിന്നെ നമ്മൾ ഒരാഴ്ച എങ്ങനെ ഇരിക്കും? നമ്മുടെ ശരീരത്തെ നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നോ, നീ നിന്നെ എങ്ങനെ അംഗീകരിക്കുന്നുവോ അതുപോലെ നീ ആരെ സ്നേഹിക്കണം? നിന്റെ സഹോദരനെ സ്നേഹിക്കണം, സഹോദരനെ കരുതണം. ഇതാണ് ക്രിസ്തുവിന്റെ നിയമം. യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഒരു നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: നിന്റെ സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അപ്പോഴേ ഈ നിയമത്തിന്റെ പൂർത്തീകരണമാകത്തുള്ളൂ. കണ്ണിന് പകരം കണ്ണാണ് അവന്റെ ചൂഴ്ന്നെടുക്കുന്നതെങ്കിൽ അത് ക്രിസ്തുവിന്റെ നിയമമാണോ അതേ പഴയ നിയമമാണോ? ആ പഴയ നിയമത്തെ നമ്മൾ ഏത് കണ്ണുകൊണ്ട് നോക്കുന്നു? മോശയുടെ കണ്ണുകൊണ്ട് നോക്കുന്നു. ക്രിസ്തുവിന്റെ കണ്ണുകൊണ്ടാണോ നോക്കുന്നത്? അല്ല. നീ ക്രിസ്തുവിന്റെ കണ്ണുകൊണ്ടാണ് നോക്കണമെങ്കിൽ നിനക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ത്? സഹോദരനെ സ്നേഹിക്കാനേ നിനക്ക് കഴിയത്തുള്ളൂ. അതാണ് യേശു നിയമത്തെ പൂർത്തീകരിച്ചു. നിയമത്തിന്റെ പൂർത്തീകരണം അവൻ കൊടുത്തു. അപ്പോ വീട് പണിതവൻ ആ വീട് പൂർത്തിയാക്കി നമ്മുടെ കയ്യിൽ തന്നു. ഇപ്പൊ ആ വീടിന്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ തറ പണിത അവസ്ഥയിലല്ല നമ്മൾ നിൽക്കുന്നത്, പക്ഷേ തറയില്ലാതെ ആ വീടുമില്ല. അവിടെയാണ് ഓരോ നിയമത്തിനും ഓരോ കൽപ്പനയ്ക്കും കൃത്യമായി ഇന്നും അതിന്റെ പ്രാധാന്യം കിടക്കുന്നത്. അവിടെയാണ് നിയമാവർത്തന പുസ്തകം നമ്മളിപ്പോൾ വായിച്ചത്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം, നിന്റെ സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം ഒറ്റ കാര്യമാണ്: ഈ പുസ്തകത്തിൽ, ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുമ്പോഴാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. എന്നാൽ മാത്രമേ അനുഗ്രഹത്തിനായി നീ ദൈവത്തിന്റെ കയ്യിൽ നിന്നും കൈനീട്ടിയാൽ മതി, അല്ലേ വേണ്ട. ജോഷുവയുടെ പുസ്തകം 8-ാം അധ്യായം 31-ാം വാക്യം വായിക്കാം. അതായത് ഇവിടെ ഒരു
ബലിപീഠം നിർമ്മിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കല്ലുകൊണ്ട് കൊത്താത്ത അല്ലെങ്കിൽ ഉളികൊണ്ട് ആയുധം കൊത്താത്ത ഉപയോഗിപ്പിടിച്ച ഒരു കാര്യം. ഒന്നുകൂടി വായിച്ചു മോനെ. അത് കർത്താവിൻ്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത്. അതിൽ അവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. ഇവിടെ പറയുന്ന ബലി അർപ്പിച്ച ആ ബലിപീഠം എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതാണ്. എങ്ങനെ നിർമ്മിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? നല്ല ചെത്തി മിനുക്കിയ കല്ലുകൊണ്ട് നിർമ്മിച്ചു എന്നാണോ? ചെത്തി മിനുക്കാത്ത കല്ലുകൊണ്ടെന്നാണോ? മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചെത്തി മിനുക്കാത്ത ഇരുമ്പായുധം സ്പർശിക്കാത്ത, അതായത് ഷെയ്പ്ലെസ് ആയിട്ടുള്ള, യാതൊരുവിധ ഷെയ്പ്പും ഇല്ലാത്തത് കൊണ്ട് പണിത ഒരു ബലിപീഠമാണത്. എന്തുകൊണ്ടാണ് മോശ തന്റെ നിയമഗ്രന്ഥത്തിൽ ഇങ്ങനെ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ രീതിയിൽ ഒരു ബലിപീഠം നിർമ്മിക്കണമെന്ന് മോശയോട് സ്ട്രിക്റ്റ് ആയിട്ടൊരു കൽപ്പന കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ വേരുകളുണ്ട് അവരുടെ ഇടയിൽ. വിജാതീയ വിഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് ആ വിഗ്രഹങ്ങൾ പോലെയാണ് ദൈവമെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ എവിടെയുണ്ട്? അവന്റെ തലച്ചോറിലുണ്ട്, അവന്റെ പഴയ മനുഷ്യനിലുണ്ട്. ക്രിസ്തുവിൽ അവൻ പുതുക്കപ്പെട്ട് കഴിഞ്ഞാലേ അത് മാറത്തുള്ളൂ. എന്നാൽ അവന്റെ പഴയ മനുഷ്യനുണ്ട്. ഈ പഴയ മനുഷ്യനിൽ ഈ പറയുന്ന വിഷവിത്ത്, അത് വേര് ഇറങ്ങി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് മോശയിലൂടെ കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു, നീ ബലിപീഠം നിർമ്മിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാനായി, ദൈവത്തിന് ബലി സമർപ്പിക്കാനായി നീ ഒരു ബലിപീഠം പണിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും വേണമെന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ ആ ഷെയ്പ്പ് കണ്ടിട്ട് ഇത് മറ്റേ പുള്ളിയുടെ ഷെയ്പ്പ് അല്ലേ, അപ്പോൾ ഇത് തന്നെയാണോ ദൈവം എന്ന് നിനക്ക് എന്ത് ചെയ്യാം? നീ ചിലപ്പോ ചിന്തിക്കാനിടയുണ്ട്. അഹറോൻ കുറച്ച് സ്വർണം വാങ്ങി അത് ഈ അഗ്നിയിലേക്ക് ഇട്ടു. അതെന്തായി മാറി? കാളക്കുട്ടിയായി മാറി. അവൻ കാളക്കുട്ടിയുടെ ഷേപ്പ് ഉരച്ചുണ്ടാക്കിയതാണോ? അല്ല, സാത്താൻ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കും. കാരണം ഈജിപ്തിലെ അവന്റെ വേര് പോയിട്ടില്ല. അവന്റെ വിശ്വാസത്തിൽ അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ തിന്മയുടെ വേര് ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? അവന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒരു പഴയ മനുഷ്യൻ അവനിലുണ്ട്. ഇത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം പറഞ്ഞ്, എടാ നീ എന്ത് ചെയ്യരുത്, നീ കല്ലുകൊണ്ട് ഉണ്ടാക്കരുത്. ഇന്ന് കല്ലുകൊണ്ടുണ്ടാക്കി കുറെ കാലം കഴിഞ്ഞു, ഒരു 2, 3, 4, 5 തലമുറ കഴിഞ്ഞു. സ്വാഭാവികമായി ഇതിന് തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുക അല്ലേ? അപ്പൊ തേയ്മാനങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നാം, ഇത് കണ്ടിട്ടൊരു കാളക്കുട്ടിയെ പോലെ തോന്നുന്നുണ്ടല്ലോ, അപ്പൊ കാളയായിരിക്കുമോ നമ്മുടെ ദൈവം എന്ന് അവർക്ക് ചിലപ്പോ ചിന്തിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഒരു കൊത്തിയ കല്ലും ഉപയോഗിക്കരുന്ന് എഴുതി വെച്ചേക്കുക. നീ എവിടെ ബലിപീഠം നിർമ്മിച്ചാലും ആരാധനയ്ക്ക്, ദൈവത്തോടുള്ള നിന്റെ ആരാധനയും സമർപ്പണവും കൊണ്ടുവരുമ്പോൾ നീ എന്ത് ചെയ്യരുത്? കല്ല് കൊത്തി ഇരുമ്പ് സ്പർശിച്ച് ഒരു ഷേപ്പ് വെച്ചിട്ട് ചെയ്യരുത്. ഷേപ്പ്ലെസ് ആയിട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. ദൈവത്തിന്റെ ദീർഘവീക്ഷണത്തെ കുറിച്ച്, ദൈവം ആദിയും അന്തവും, അവൻ ആൽഫയും ഒമേഗയും അവസാനവും, ഇന്ന് 2000-ൽ കഴിയുന്ന നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന വിഗ്രഹങ്ങളെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളവനാ ദൈവം. ഇതിലാണ് ദൈവം ഇരിക്കുന്നത്, ഇതിൽ അത്ഭുതമുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിക്ക്, ആ ചാര അമ്മച്ചിക്കാണ് ശക്തിയുള്ളത് എന്ന് നീ ചിന്തിക്കുമെന്ന് ദൈവത്തിന് എപ്പോഴേ അറിയാം. ദൈവത്തിന് പണ്ടേ അറിയാം. കാരണം അവൻ ആദിയും അന്തവുമാണ്. ഇന്ന് നടക്കാനിരിക്കുന്നതും നാളെ നടക്കാൻ സംഭവിക്കുന്നതുമായ കാര്യം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യം ദൈവാത്മാവ് പ്രിയപ്പെട്ട ശിബൂർദറിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിക്കാത്തത് വല്ലതും ഉണ്ടോ? സംഭവിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. സംഭവിക്കുക തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ട്രംപ് ഭരണത്തിൽ വരും, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരിക്കും കേരളത്തിൽ, കേന്ദ്രത്തിൽ ഇന്ന ഭരണമായിരിക്കും, അവിടെ ഒരു രീതിയിൽ വ്യത്യാസം വരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം ഒരു കാലത്ത് ബ്രദർ കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചിച്ചു. പിന്നത്തെ വർഷം ട്രംപ് തോറ്റു, സോഷ്യൽ മീഡിയ ആഘോഷിച്ചു, പ്രവാചകന്റെ പ്രവചനം ചീറ്റിപ്പോയി, നനഞ്ഞ പടക്കമായി പോയി എന്ന് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചോ? നമ്മൾ സോഷ്യൽ മീഡിയയോട് വല്ലതും പ്രതികരിച്ചോ? അല്ലടാ ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് ശരിയാവൂടാ എന്ന് നമ്മൾ പറഞ്ഞോ? കാരണം നമ്മൾ ആരിലാ വിശ്വസിക്കുന്നേ? ദൈവത്തിന്റെ ആത്മാവിലാ വിശ്വസിക്കുന്നേ. ഏതെങ്കിലും ചീളുകള്, ഏതെങ്കിലും ഊളകള്, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? കാരണം എന്താ? എടാ ഞാൻ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തിലാണ്, അല്ലാതെ ഇവനെ നയിക്കുന്ന ഏതെങ്കിലും ദുരാത്മാവിനെ പേടിച്ചിട്ട് ഞാൻ അനങ്ങേണ്ട കാര്യമുണ്ടോ? അനങ്ങോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ വോട്ട് എന്ന് പറയും. അല്ലാത്തവന് ഇളകും, അവൻ
കുത്തിഞ്ഞിരിക്കും, അവൻ ഞെരിക്കട്ടെ. പക്ഷെ കർത്താവിന്റെ ആത്മാവുള്ളവൻ അറിയാം, ട്രംപ് ഭരണത്തിൽ വരുന്നൊരു കാലമുണ്ട്, പ്രവചനങ്ങൾ നടക്കുന്ന ഒരു സമയമുണ്ട്. അത് ദൈവത്താൽ നടത്തപ്പെടുന്നവന് കൃത്യമായിട്ട് അറിയാം. അല്ലാതെ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും കുറെ ഊളന്മാർ വന്നിട്ട് എന്തെങ്കിലും കുത്തിഞ്ഞൊറിച്ചു എന്ന് വെച്ചിട്ട് അതിന്മേന്നും കയറി അതിനൊന്നും വിശുദ്ധീകരണം കൊടുക്കേണ്ട ആവശ്യം ദൈവത്താൽ നയിക്കപ്പെടുന്നവനില്ല. അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും പറയാൻ പോയില്ല. തെറി വിളിക്കുന്നവൻ തെറി വിളിച്ചോളട്ടെ, നമ്മൾ സൈലന്റ് ആയിട്ടിരുന്നു. എന്ത് സംഭവിച്ചു? ആ ഭരണം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇനി 5 വർഷം കഴിയുമ്പോൾ പിണറായി ഇനി ഭരണത്തിൽ വരാൻ സാധ്യതയില്ലല്ലോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. അപ്പൊ അത് യാതൊരു വിധത്തിലും അടുത്ത വർഷം എന്ന് ചിന്തിക്കാനുള്ള ചിന്ത ഒരുത്തനും പോയില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതാ കമ്മ്യൂണിസ്റ്റ് ഭരണം വീണ്ടും കേരളത്തിൽ വന്നു, അവിടെ ട്രംപും ഭരണത്തിൽ വന്നു. അതിന് അനന്തരം നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ഇറാനെ കുറിച്ചും അനേക പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കീഴെ. ഇതെല്ലാം ഇന്ന് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ? എടാ, കണ്ണുള്ളവൻ തുറന്നു നോക്കിയാൽ കാണാം. പിശാച് കുരുടാക്കിയിരിക്കുന്നവൻ തുറന്നു നോക്കിയാ ഇതൊന്നും കാണാനും പറ്റത്തില്ല എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മിരിയാം തുടങ്ങി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നവരെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും ആരും പ്രതികരിക്കാൻ പോയിട്ടില്ല, ആരും അതിൻ്റെ ഒന്നും പിന്നാലെ നിൽക്കത്തുമില്ല. ദൈവത്താൽ സ്ഥാപിതമായതിന് ദൈവത്താൽ നിർത്താൻ അറിയാം, അതിന് നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഇവിടെയാണ് ദൈവം എന്തുകൊണ്ട് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകനോട് വിളിച്ചു പറയുമ്പോഴും ദൈവത്തിനറിയാം. കാരണം നാളെ കുറിച്ച് അറിയാവുന്ന ദൈവമാണ്. ആദി മുതൽ അനന്തം വരെ അറിയുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവം. ആ ദൈവമാണ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ചില പ്രവചനങ്ങൾ നമ്മളിലൂടെ, അല്ലെങ്കിൽ ജീസസ് വിഷനിലൂടെ, പ്രിയപ്പെട്ട ഷിബു ബ്രദറിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കാലാകാലങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കുക, ദൈവം ഈ ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു, നീ എന്ത് ചെയ്യരുത്, നീ ഒരു ഷേപ്പായിട്ട് അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് നീ ഒരു ബലിപീഠം നിർമ്മിക്കരുത് എന്ന് പറഞ്ഞു. നമ്മുടെ ദേവാലയങ്ങളൊക്കെ നോക്കി ഭയങ്കര മനോഹരമല്ലേ? ഒത്തിരി ഷേപ്പുകൾ ഒത്തിരി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, അത് മോശമൊന്നുമില്ല. കാരണം വീണ്ടും മോശയോട് ദൈവം പെട്ടകം നിർമ്മിക്കുമ്പോൾ ആ പെട്ടകത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, സമാഗമന കൂടാരം എങ്ങനെയായിരിക്കണം, വീണ്ടും ദാവീദിന്റെ അടുത്ത്, അതിനുശേഷം സോളമന്റെ അടുത്ത് ദേവാലയം പണിയുമ്പോഴും അതിന്റെ രീതികളെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അത് സ്വർഗത്തിന്റെ ചില റിപ്ലിക്കേഷൻ ഉണ്ടാകണം. എന്നാൽ ബലിപീഠം എന്തായിരിക്കണമെന്ന് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേവാലയത്തിന്റെ മനോഹാരിതയും ബലിപീഠവും തമ്മിൽ ദൈവം വ്യത്യസ്തത കൽപ്പിച്ചു കാര്യത്തിൽ, അല്ലെ? അങ്ങനെയല്ലേ ഈ വചനത്തിൽ കൃത്യമായിട്ട് കിടക്കുന്നത്? എടാ, ബെസാലിയേലിന് ദൈവം തെരഞ്ഞെടുത്തു, ബെസാലിയേലിന് ചില കഴിവുകൾ കൊടുത്തു, അവന് ശില്പവിദ്യകൾ അവന് വശമാക്കി കൊടുത്തു, അവൻ മുന്തിരിക്കൊലകളെ നിർമ്മിച്ചു, അവൻ പലതും അവിടെ ഉണ്ടാക്കി, അവൻ മേശയുണ്ടാക്കി, ആ മേശക്കുള്ള വിരിപ്പുകൾക്ക് കൃത്യമായ അളവുകൾ, ഇങ്ങനെ വേണ്ട സകല കാര്യങ്ങളും അവന് കഴിവും കൊടുത്തു. ദൈവം അവനെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ബലിപീഠം നിർമ്മിക്കുമ്പോൾ നീ എങ്ങനെ ചെയ്യണം? അതുമേ ഇരുമ്പ് തൊടരുത് എന്ന് കൃത്യമായി എഴുതി വെച്ചു കൊടുത്തു. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവവുമായി നീ ബന്ധപ്പെടുമ്പോൾ നിനക്ക് അതിൻ്റെ ഇടയിൽ നിർത്താൻ നിനക്ക് യാതൊന്നും അവകാശമില്ല. എന്നാൽ ദേവാലയം നിനക്ക് എന്ത് ചെയ്യാം? അത് സ്വർഗത്തിന്റെ റിപ്ലിക്കേഷനാ, ദൈവസഭയുടെ റിപ്ലിക്കേഷനാ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ തന്നെ ഒരു കൂട്ടായ്മയായിട്ട് കാണുമ്പോൾ അത് സ്വർഗമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിനെ മനോഹരമാക്കി തന്നെ നിനക്ക് കൊണ്ടുപോകാം. അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ നീ ഒന്നും ഉണ്ടാക്കരുത്. നീ അതിനൊന്നും വേണ്ടി നീ യാതൊരുവിധ രൂപമോ വിഗ്രഹമോ ഒന്നും നീ ചെയ്യരുത്. കൊത്തിയതോ കല്ലുകൊണ്ട് നിർമ്മിച്ചതോ ഒന്നും നീ ചെയ്യരുത്. അത് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ആലയം മോടി പിടിപ്പിക്കാൻ ദൈവം അനുവദിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ പൂർത്തീകരണം എന്താണ്, ദൈവം ഉദ്ദേശിച്ചത്, ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു ഇരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ദൈവം തന്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് തന്നു. അതാണ് കല്ലുകൊണ്ട് കൊത്തിയ ഈ പറയുന്ന സൗധങ്ങളിലല്ല ദൈവം ഇരിക്കുന്നത്. ദൈവം ഇരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാ. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, നീ ദൈവത്തിന്റെ ആലയമാണ്. അത് ദൈവം നമുക്ക് വ്യക്തമാക്കി തന്നു. ഹല്ലേലൂയ. അപ്പൊ എല്ലാ കാര്യത്തിനും ഒരു അടിസ്ഥാനം ദൈവവചനം മാത്രമേ ഉള്ളൂ, അല്ലെ? ദൈവവചനമല്ലാതെ നമുക്കൊരു അടിസ്ഥാനം പറയാൻ പറ്റത്തില്ല.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 22-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതായത് അവിടെ കർത്താവിന്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു. ഈ സംഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ജോസിയ രാജാവിൻ്റെ ചില മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാലഘട്ടമാണ് അവിടെ നടക്കുന്നത്. അതുവരെ ഒരു നിയമഗ്രന്ഥം അവർക്ക് അവൈലബിൾ അല്ലായിരുന്നു, അവർക്ക് കയ്യിലില്ലായിരുന്നു. തോന്നിയ പോലെ കണ്ടവനൊക്കെ പറഞ്ഞ പോലെ ഒരു കണ്ട മാക്രീനെയും കണ്ട എലീനെയും കണ്ട പാമ്പിനെയൊക്കെ ആരാധിച്ച് കിട്ടുന്ന രീതിയിൽ ഇവന്മാർ നടന്നു. സകല മ്ലേച്ഛതകളും കാണിച്ചു, സകല തിന്മകളും കാണിച്ചു, സകല നേർച്ച കാഴ്ചകളും എല്ലാത്തിൻ്റെയും പിന്നാലെ ഇവന്മാർ പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ദേവാലയ പുനരുദ്ധീരണം നടക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ഭവനത്തിൽ നിയമഗ്രന്ഥം കണ്ടെത്തി. പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു. അവനത് വാങ്ങി വായിച്ചു. അവനത് നിധി കിട്ടിയ പോലെ അവനത് വായിച്ചു. ഇതുപോലെ നഷ്ടപ്പെട്ടു പോയൊരു നിയമഗ്രന്ഥം എവിടെ നിന്ന് കിട്ടി? ഇതാ ആലയത്തിൽ നിന്നും കിട്ടി. അതെന്ത് ചെയ്തു? അതെടുത്ത് വായിച്ചു. അതിന്റെ 10-ാം വാക്യം വായിച്ചു. പുരോഹിതൻ ഹിൽക്കിയ ഈ ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട്. ഷാഫാൻ ഇത് രാജാവിന്റെ മുൻപിൽ വായിച്ചു. നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. എന്റെ വസ്ത്രം കീറിയേ? ഈ നിയമഗ്രന്ഥം വായിച്ചപ്പോ പുള്ളി എടുത്ത് വൈകി ഇത് കീറിക്കളഞ്ഞു. എന്താ കീറി പോയി? എന്തായിരിക്കും കീറിയേ? അക്കാലത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യവും ആ കിട്ടിയ നിയമഗ്രന്ഥവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമൻ പറഞ്ഞത് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നവനോട് പറഞ്ഞപ്പോ ഇവിടെ മാങ്ങാക്കറി എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോ ബിരിയാണി ആയിട്ട് മാറും. ഇത് തമ്മിൽ യാതൊരുവിധ ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. കാലാകാലത്തോളം ആ ഓരോ രാജാക്കന്മാര് അവരുടെ വിവാഹം കഴിച്ച വിജാതീയ സ്ത്രീകൾ എന്തു പറഞ്ഞോ, എന്തിനെയൊക്കെ ആരാധിച്ചോ, എന്തൊക്കെ തിന്മ ചെയ്തോ, എന്തൊക്കെ പൈശാചിക ആരാധനകളും കാഴ്ചകളും നേർച്ചകളും അവിടെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് ഇസ്രായേൽ ജനം തന്റെ ദൈവത്തിൽ നിന്നും അകന്നുപോയി. ദൈവം പറഞ്ഞ കൽപ്പനകളിൽ നിന്നും, ദൈവം ചെയ്യാൻ പറഞ്ഞ സകലത്തിൽ നിന്നും അവരെന്ത് ചെയ്തു? വ്യതിചലിച്ചു. അതുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ലാതെയായി. അവിടെയാണ് ദൈവം വ്യക്തമായ ഒരു ഗ്രന്ഥം, എഴുതപ്പെട്ട നിയമഗ്രന്ഥം അവർക്ക് നിധി പോലെ കിട്ടുന്നു. അവരെന്ത് ചെയ്തു? അത് വായിച്ചപ്പോ തന്നെ രാജാവ് വസ്ത്രം കീറി. എന്റെ പൊന്നുമക്കളെ, നമ്മൾ ഈ വചനത്തിൽ വായിച്ചതൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈ പുസ്തകത്തിൽ നിന്നും യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് രാജാവ് എന്ത് ചെയ്ത്? വസ്ത്രം വലിച്ചു കീറിയത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട്. ഷാഫാൻ അത് രാജാവിന്റെ മുൻപിൽ വായിച്ചു. നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. പുരോഹിതൻ ഹിൽക്കിയ, ഷാഫാന്റെ പുത്രൻ, പിന്നെ കുറച്ച് പേരുകളൊക്കെ പറയുന്നത്. അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചോ. അതായത് എന്തായാലും ഒരു ഗ്രന്ഥം കിട്ടി, ഇതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി എന്ത് ചെയ്യണം? ഇത് കർത്താവിന്റെ ഹിതമോ, ദൈവം ചെയ്യുന്നതോ, ദൈവത്തിന്റെ ഹിതമോ എന്നറിയാൻ വേണ്ടി മെസ്സേജ് എടുത്തു. ദൈവത്തോട് ചോദിക്കുക. അപ്പൊ എന്ത് കാണുന്നത്? അടുത്ത് വായിച്ചോ. കർത്താവിനോട് ആരായുവിൻ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എന്തായാലും പറഞ്ഞു പോവാം. ഞാനൊരു വഴിയിൽ വെച്ച് ഒരു സുന്ദരിയായൊരു പെൺകുട്ടിയെ കണ്ടു. കൊള്ളാം, എനിക്കെല്ലാം കൊണ്ട് യോജിച്ചതാണ്, നല്ല കാണാൻ ഭംഗിയുണ്ട്, എല്ലാ രീതിയിലും കൊള്ളാം എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അവളോട് സംസാരിച്ചു, പ്രണയമായി. അവളെ ഞാൻ സ്വന്തമാക്കാൻ എല്ലാ വിധത്തിലും ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവൾക്ക് സ്ഥാനം കൊടുത്തു. എന്നിട്ട് നീ ബൈബിൾ മെസ്സേജ് എടുത്താൽ എന്ത് കിട്ടും? നീ അവൾക്ക് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തു, എന്നിട്ട് നീ ഒരു ബൈബിൾ മെസ്സേജ് എടുക്കുക, ഞാൻ ഇവളെ വിവാഹം കഴിക്കണോ? കർത്താവ്, നീ എനിക്ക് ഇവളെയാണോ നീ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു നീ മെസ്സേജ് എടുത്താൽ നിനക്ക് എന്തായിരിക്കും കിട്ടുക? അബ്രഹാം സാറായെ, അല്ലെങ്കിൽ സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചതുപോലെ നിന്നെ അവൾ നാഥ എന്ന് വിളിക്കുന്നുള്ള മെസ്സേജ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കെട്ടിക്കേറി പിറ്റേ ദിവസം നാഥ എന്നുള്ളതിന് ധ മാറി വേറൊരു ചെറിയ വാക്ക് വീഴും. അതെന്താ നിങ്ങൾ പൂരിപ്പിച്ചോ? നാ അവിടെ തന്നെ ഉണ്ടാവും, ധ മാത്രമേ മാറുള്ളൂ. അതെന്താന്ന് നിങ്ങൾ പൂരിപ്പിച്ചോ? ചിലവന്മാരിങ്ങനെയാ, എല്ലാ തിന്മയും ആക്കം കൂട്ടി, എല്ലാ പൈശാചിക മേഖലകളും ആക്കം കൂട്ടി, എല്ലാത്തിനും വേരുറപ്പിച്ച് സകലതും ചെയ്തിട്ട് കർത്താവിനോട് ആലോചന, കർത്താവേ ഇത് ശരിയാണോ? അവന് മെസ്സേജ് അതാ കിട്ടത്തുള്ളൂ. അവനവിടെ പോയി വീഴും. എവിടെയായിരിക്കും വീഴുക? നമ്മൾ പ്രിൻസിപ്പിൾ തെറ്റിച്ചിട്ട്, പ്രിൻസിപ്പിൾ എന്തുവാ? ക്രിസ്തീയ പ്രിൻസിപ്പിൾ എന്തുവാ? അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ഒക്കെ കാര്യം നോക്കിക്കോ. യാക്കോബ്
ഒരുവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു അല്ലേ? 21 വർഷമാണ് യാക്കോബ് ആടിന്റെ കാഷ്ടവും മൂത്രവും വാരി കൊണ്ട് നടന്ന്. കഷ്ടപ്പാടും ദുരിതം കുറച്ചായിരുന്നോ? അല്ല. അബ്രഹാം തന്റെ ദാസനോട് വൃത്തിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, എന്റെ മകന് ഇസഹാക്കിന് നീ ചേർന്ന ഒരുവളെ കണ്ടെത്തണം, അത് എന്റെ പിതാക്കന്മാരുടെ ഭവനത്തിൽ നിന്നായിരിക്കണം, യാതൊരു വിധത്തിലും മാറ്റം വരരുത്. അങ്ങനെ അബ്രഹാം തന്റെ വൃത്തിനെ അയച്ച് ഇസഹാക്കിന് ഒരുവളെ കണ്ടെത്തി കൊടുത്തു. ഇസഹാക്കും അവന്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടോ? യാതൊരു പ്രശ്നവുമില്ല. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി നമ്മൾ കാണുന്നുണ്ടോ? അതാ കർത്താവ് കണ്ടെത്തി കൊണ്ടുവന്നിരുന്നതും ഞാൻ ഇഷ്ടപ്പെട്ട്, ഞാൻ ആഗ്രഹിച്ച്, ഞാൻ സ്വന്തമാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ വരുന്ന കഷ്ടതകളും തമ്മിൽ ഒറ്റ കാര്യം നമ്മൾ നോക്കിയാൽ മതി. ഈ പറയുന്ന രണ്ട് വ്യക്തികളെ, അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ, ഇവരങ്ങനെ നോക്കിയാൽ കാര്യം ക്ലിയറാ. നമ്മൾ പലപ്പോഴും അങ്ങനെയാ, എല്ലാം തീരുമാനിച്ചു വെച്ചിട്ട് വന്നിട്ട് ബ്രദറെ ഒരു മെസ്സേജ് തരുമോ? അപ്പൊ നോക്കുന്ന മെസ്സേജ് കിട്ടിയത് തന്നെ. എടാ, നീ എല്ലാ കരുക്കളും നീക്കി സകലതും ചെയ്തു വെച്ചിട്ട് നീ പോയൊരു മെസ്സേജ് എടുത്താൽ നിന്റെ ഹൃദയത്തിനിണങ്ങിയ മെസ്സേജേ കിട്ടത്തുള്ളൂ. അപ്പൊ നീ വിചാരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള മെസ്സേജാണ്. അത് എവിടെ നിന്നുള്ള മെസ്സേജാ? നിന്നെ നേരത്തെ നാഥ എന്ന് വിളിക്കുന്നതിന് പകരം നാളെ ആ പേര് വിളിപ്പിക്കാനുള്ള മെസ്സേജാ. ഇത് തന്നെ പണ്ട് ബാലാമിന് കിട്ടിയ മെസ്സേജ്. ബൈബിളിലുടനീളം ഈ കാര്യം കിടക്കുന്നുണ്ട്. നമ്മൾ ബൈബിളാ പഠിക്കുന്നത്, വചന പഠിക്കുന്നത്, പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരുവിധ ബോധവും ഇന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൽ നിന്നൊരു മെസ്സേജ് കിട്ടണമെങ്കിൽ, കർത്താവിൽ നിന്ന് നിങ്ങളൊരു മെസ്സേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ പ്രവൃത്തിക്ക് പോകുന്നതിന് മുമ്പ് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഞാനിത്. പണ്ട് നമ്മുടെ റിനോ ബ്രദർ ഉണ്ട്, റിനോ ബ്രദർ ഈ ലൈബ്രറികളിലൊക്കെ പോയിട്ട് ബുക്ക് വാങ്ങാനും വായിക്കാനും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒത്തിരി വായിക്കുന്ന മനുഷ്യനായിരുന്നു. പുള്ളി എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു പുസ്തകം അവിടെ കണ്ടു, പുള്ളി അതിൻ്റെ ആമുഖം നോക്കി, ഇതൊക്കെ നോക്കി, കൊള്ളാം, ഓദറിനെയൊക്കെ കണ്ടു, വലിയ കുഴപ്പമില്ല, പുള്ളി അതോടെ വെക്കും. ആദ്യം ഒരു ബൈബിൾ മെസ്സേജ് എടുക്കും. കർത്താവ് ഇത് എനിക്കുള്ളതാണോ? നാളെ ഇത് എന്നെ വഴിതെറ്റിക്കുന്നതാണോ? എന്നെ ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണോ? കർത്താവിൻ്റെ മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്കത് വായിക്കാം, അല്ലെങ്കിൽ അതെടുക്കാം എന്നുള്ളതാണ്. ഇതെപ്പോഴും റിനോ ബ്രദർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു കീഴ്വഴക്കം നമ്മളങ്ങനെയൊന്നുമില്ല, കിട്ടുന്നതെല്ലാം പിടിച്ച് പോക്കറ്റിലിടും, അതെല്ലാം വായിച്ചു നോക്കും, എന്നിട്ട് കിട്ടുന്നതൊക്കെ തലയിൽ സ്റ്റോർ ചെയ്യുന്നൊരു ചിന്തയായിരുന്നു അന്ന്. പക്ഷെ എനിക്ക് ഈ ഒരു ഉപദേശം തന്നത് പണ്ട് റിനോ ബ്രദറാണ്. എടാ, നീ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നീ നിഷ്പക്ഷമായി നിന്ന് കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഇത് നിന്റെ ഹിതമോ, ഇത് നിന്റെ ആഗ്രഹമോ, ഇത് നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇത് ചോദിക്കാത്തവൻ നാളെ വീണ് പോയിട്ട് പിന്നെ കർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കർത്താവാണോ അതിൻ്റെ ഉത്തരവാദി? അല്ല. അപ്പൊ നിയമഗ്രന്ഥത്തിൽ ഈ കാര്യം കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ ഒരു പുസ്തകം കിട്ടി, ഒരു നിയമഗ്രന്ഥം കിട്ടി ജോസിയ രാജാവിന്. രാജാവ് കൃത്യമായിട്ട് ഇത് കർത്താവിന്റെ ഹിതമോ, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കണമോ, ഇത് അങ്ങനെ തന്നെ അനുസരിക്കേണ്ടതാണോ, ഇത് ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ട കാര്യമാണോ എന്ന് ആര് ചോദിച്ചു? ജോസിയ അവിടെ ഉണ്ടായിരുന്നവരെ വിളിച്ചുകൂട്ടി കർത്താവിനോട് ആലോചന ചോദിച്ചു. അപ്പൊ കർത്താവിനോട് ആലോചന ചോദിച്ചപ്പോ കർത്താവ് വ്യക്തമായി പുരോഹിതരിലൂടെ ദൈവത്തിന്റെ ഹിതം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിന്റെ 16-ാം വാക്യം മുതൽ ഒന്നുകൂടി വായിച്ചോ. 16-ാം വാക്യം. കർത്താവിനോട് ആലോചന ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞടാ, ഈ നിയമഗ്രന്ഥത്തിൽ നിന്നും എഴുതിയിരിക്കുന്ന കാര്യം അനുസരിക്കാത്തവനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തുടച്ചു നീക്കും എന്ന് നിന്നെ ആരിങ്ങോട്ട് വിട്ടോ അവനോട് പോയി നീ പറഞ്ഞോളാൻ പറഞ്ഞു. അതല്ലേ വായിച്ചത്? വാക്യം ഒന്നുകൂടി വായിച്ചോ. യൂദാ രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിന്റെയും അതിലെ നിവാസികളുടെ മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിന്റെ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് എൻ്റെ അടുത്തേക്ക് നിന്നെ ആരയച്ചുവോ അവനോട് പോയി നീ പറഞ്ഞുകൊള്ളുക. അതായത് നീയും നിന്റെ രാജ്യവും നിന്റെ ജനവും ഈ പുസ്തകത്തിലെ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിശേഷം അത് നശിപ്പിക്കും, പേരില്ലാത്തവണ്ണം അതിനെ ഞാൻ ഇല്ലാതെയാക്കും. ഇതാരാ പറഞ്ഞേ? ദൈവമായ കർത്താവ് ആ ഗ്രന്ഥത്തെ കുറിച്ച് വ്യക്തമായി ബോധ്യം കൊടുത്തു. ജോസിയ പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളത് കൂടി അവിടെയുണ്ട്. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്തി തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും, അത് ശമിക്കുകയില്ല. അതായത് വിഗ്രഹാരാധനയിലേക്ക് പോയി, തിന്മകളിലേക്ക് പോയി, ലോകത്തിന്റെ പാപത്തിലേക്ക് അവരെല്ലാം വീണുപോയി. അവിടെയാണ് ദൈവം ആ പ്രബോധനം കൊടുക്കുന്നത്, നിങ്ങൾ അങ്ങനെ പോകരുത്. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. യാതൊരു വിധത്തിലും
അതിനെ തെറ്റിക്കാനോ അത് പാലിക്കാതിരിക്കാനോ പാടില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് കൊടുത്തു. ജോസിയ അത് അക്ഷരം പ്രതി പാലിക്കാനും തൻ്റെ രാജ്യത്തിൽ അത് നടപ്പിലാക്കാനും ശ്രമിച്ചു എന്നാണ്. പിന്നീട് നമ്മൾ ജോസിയയുടെ നവീകരണം, അടുത്ത അധ്യായം 23-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ജോസിയയുടെ നവീകരണം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു എന്നാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കണോ അതേ പാരമ്പര്യം പറയുന്നത് അനുസരിക്കണോ? എൻ്റെ അപ്പൂപ്പന്മാർ ചെയ്തു വെച്ചത് ഞാൻ അനുസരിക്കണോ? അവർ ചെയ്തു കൊണ്ടുവന്ന പാരമ്പര്യ തിന്മകൾ ഞാൻ ഫോളോ ചെയ്യണോ? അതെയോ ഈ വിശുദ്ധ ബൈബിളിലുള്ളത് അനുസരിക്കണോ? ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ എന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചേ? കാര്യം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. 22-ന്റെ ഏറ്റവും അവസാനത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 18 മുതൽ വായിച്ചോ. നമ്മൾ നോക്കുമ്പോൾ ഇത് വെളിപാട് പുസ്തകം മാത്രമായിരിക്കാം എന്നൊരു ചിന്ത നമുക്ക് തോന്നാം. പക്ഷേ ബൈബിളിൻ്റെ ക്രോഡീകരണം നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ബൈബിളിൻ്റെ ഈ 27 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ ആധികാരികമായ പുസ്തകങ്ങൾ എന്ന് കാനോൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യമുണ്ട്. ആരൊക്കെയോ വട്ടം കൂടിയിരുന്ന് ഇതെടുക്കാം, ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് തള്ളാം. അങ്ങനെ എടുത്ത ഒരു സൂനോദോസ് എടുത്ത 27 പുസ്തകങ്ങളാണോ നമ്മുടെ കയ്യിലിരിക്കുന്ന പുതിയ നിയമ പുസ്തകം? അല്ല, യാതൊരുവിധ അങ്ങനെ കൂടിയ ഒരു സംഭവം അല്ല ന്യൂ ടെസ്റ്റ്മെന്റിലെ 27 പുസ്തകം. ആദിമ സഭാപിതാക്കന്മാർ നമുക്ക് ഈ 27 പുസ്തകങ്ങളും വായിക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ ദൈവവചന അടിസ്ഥാനമാണെന്ന് പറഞ്ഞ അവരുടെ ലെറ്ററുകളും അവരുടെ പ്രബോധനങ്ങളും ഉണ്ട്. എന്നാൽ ഒരു പരിധിവരെ മിക്ക സഭകളിലും സംശയമില്ലാതെ വിശ്വസിച്ചിരുന്നതും ഫോളോ ചെയ്തതുമായ ഒരു പുസ്തകമാണ് 27 പുസ്തകങ്ങൾ. എന്നാൽ അതിൽ തന്നെ മിക്കവരിലും അതിനു മുമ്പ് പലരിലും സംശയം ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഇത്, ഈ പറയുന്ന വെളിപാട് പുസ്തകം. ഇത് ഉൾപ്പെടുത്തണോ വേണ്ടയോ? നമ്മൾ പല കാനോൺ പരിശോധിക്കുമ്പോൾ ഇപ്പം ആദ്യത്തെ കാനോണായിട്ടുള്ള മാർസിയൻ കാനോൺ സത്യത്തിലൊരു ഹെരസിയാണ്, ഒരു ഹെരറ്റിക്കാണ് ഈ മാർസിയൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കൊണ്ടുവന്ന കാനോൺ തുടങ്ങി പിന്നെ മൊറട്ടേറിയൻ കാനോണായിട്ട് ഏത് കാനോൺ നമ്മൾ പരിശോധിച്ചാലും എല്ലാ കാനോണിലും ഈ ഒരു കാര്യം, വെളിപാട് പുസ്തകം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. എന്നാൽ അത്താനത്തിയോസിന്റെ ലെറ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞു ഈ 27 പുസ്തകമാണ് സഭയുടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കാണുന്നു. അതുപോലെ പല സഭാപിതാക്കന്മാരുടെയും ഈ 27 പുസ്തകങ്ങളിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവസാനം വെളിപാട് പുസ്തകം ഇതിലേക്ക് വന്നു. അപ്പൊ ക്രോഡീകരണത്തിന്റെ അവസാനം, അതിന്റെ ആ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനം, അതായത് ഒരു പുസ്തകം എഴുതി അവസാനിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ കൺക്ലൂഷൻ അല്ലെ, എന്താ പറയുക, ഏറ്റവും അവസാനം ഉപസംഹരണം, ഏറ്റവും ലാസ്റ്റ് എഴുതിയിരിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഒന്നുകൂടി വായിച്ചത്. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രവിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് നിങ്ങൾ ഈ 27 പുസ്തകങ്ങളിലെ വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കണ്ടോ? എങ്ങുമില്ലാത്തൊരു കാര്യം ഇതാ അവസാനിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്. ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേൽ അയക്കും. ഇത് അനുസരിക്കുന്നവന് അനുഗ്രഹവും. ഇത് ആ വാക്യം ഒന്നുകൂടി വായിച്ചോ, 19-ാം വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെടുന്ന വിശുദ്ധ നഗരത്തിൽ നിന്നും ജീവന്റെ വൃക്ഷത്തിലുള്ള അവന്റെ പങ്ക് ഞാനും എടുത്തു കളയും. അപ്പൊ ഒരുവൻ ഇത് തെറ്റായി പഠിപ്പിച്ചാൽ, തെറ്റായ പ്രബോധനം നടത്തിയാൽ, അതുമാകാം ഇതുമാകാം, അവിടുത്തെ നേർച്ചയാകാം ഇവിടുത്തെ നേർച്ചയാകാം, പുതിയ ഉടമ്പടിയാകുന്ന വിശുദ്ധ കുർബാനയാകുന്ന ആ പുതിയ ഉടമ്പടിയിൽ നീ ഭാഗവാക്കാകാം, എന്നിട്ട് പോയി കൃപാസനത്തിലും പോയി നീ ഉടമ്പടി വെക്കാം എന്ന് പറയുമ്പോൾ, ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ, ഇതിൽ നിന്നും എന്തെങ്കിലും മാറ്റിയാൽ നിനക്ക് എന്ത് നഷ്ടപ്പെടുന്നു പറഞ്ഞ? ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ അവകാശം നിന്നിൽ നിന്നും നഷ്ടപ്പെടും. അവിടെ ചെന്നിട്ട് കർത്താവ് ഇത് പറഞ്ഞത് വെള്ളക്കുപ്പായക്കാരനാ, ആ വെള്ള നൈറ്റ് ഇട്ട അച്ഛനില്ലേ അങ്ങോരാ പറഞ്ഞ എന്ന് പറഞ്ഞ ഞാൻ അവരെ അറിയുന്നില്ല. എടാ, നിനക്ക് എഴുതി തന്ന നിയമ പുസ്തകം ഉണ്ടായിരുന്നല്ലോ, ഇത് പാലുകാരന് കാശ് കൊടുക്കാൻ വെക്കുന്നതല്ലല്ലോ, ഇത് വായിക്കേണ്ട ഉത്തരവാദിത്വം നിന്റെയല്ലേ എന്ന് ആര് ചോദിക്കും? കർത്താവ് ചോദിക്കും. അതാ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ച്. നീ ഒന്നും വായിച്ചില്ലെങ്കിലും ഇത് മാത്രം, ഈ വെളിപാട് പുസ്തകം 22-ാം അധ്യായം 18 മുതൽ 18-19 വാക്യം മാത്രം വായിച്ചാൽ
ഇത് മുഴുവൻ വായിക്കാനുള്ള പ്രചോദനം നിനക്കുണ്ടാകും. ഈ 2 വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അപ്പൊ ഇത് മാത്രം വായിച്ചാൽ പോരാ, ബാക്കോട്ടും വായിക്കണം, ഇത് മുഴുവൻ വായിക്കണം. ഇത് വായിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിവേശിതമാണ് വിശുദ്ധ ലിഖിതങ്ങൾ, എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങൾ. കഴിഞ്ഞ വർഷമായി നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ 27 പുസ്തകങ്ങളായ ന്യൂ ടെസ്റ്റ്മെന്റും പഴയ നിയമവും ഒരുമിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇതാണ് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നിന്നെ നടത്താനും ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന, നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ, ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് ദുരുപദേശം നടത്തുന്നത്. ഇതേ ബൈബിൾ വെച്ചുകൊണ്ട്, ഇതേ വചനങ്ങൾ വെച്ചുകൊണ്ടാണ് ദുരുപദേശങ്ങളും നടത്തുന്നത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദുരുപദേശകനെ തിരിച്ചറിയാനുള്ള കൃപയും നമുക്കുണ്ടാകണം. ദുരുപദേശകനെ മനസ്സിലാക്കാനുള്ള ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ബോധ്യവും നമ്മളുണ്ടാകണം. ഇത് തിരിച്ചറിയണം. ഇന്ന് നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. നിഴൽ നോക്കുമ്പോൾ ഇത് എൻ്റെ തന്നെയാണോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കണം. ശരിക്കും അനക്കി നോക്കണം. ഞാൻ അനങ്ങുമ്പോൾ ലെവൻ അനങ്ങുന്നുണ്ടോ, അതേ പുറകെ ചെകുത്താൻ നിന്നിട്ടാണോ, അവന്റെ നിഴലാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. കാരണം അവസാന കാലഘട്ടമാണ്. നമ്മൾ കാണുമ്പോൾ എല്ലാം വിശുദ്ധരായിരിക്കും, വിശുദ്ധനുമായിരിക്കും, എക്സാജറേഷൻ ആയിരിക്കും പലതും. പക്ഷേ നോക്കണം, ഇത് ശരിയാണോ, സത്യമാണോ. നമ്മൾ തുടക്കം ഈ വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ച് വായിച്ചപ്പോൾ തിമോത്തിയോസിന്റെ ഈ ലേഖനത്തില്, എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞത്? വ്യക്തമായിട്ട് പറഞ്ഞ യോഹന്നാന്റെ ലേഖനം ഒന്ന് എടുക്കാമോ? യോഹന്നാന്റെ ലേഖനം, 3-ാമത്തെ ലേഖനം, 3 യോഹന്നാൻ അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചു. ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്ക് എഴുതിയിരുന്നു. പ്രഥമ സ്ഥാനം മോഹിക്കുന്ന ഈ സഭ നിർമ്മിച്ചത് ആരിലൂടെയാ? ഇത് ആർക്ക് എഴുതുന്നതാ? ശരിക്കും സാർവത്രിക സഭയ്ക്ക് എഴുതുന്ന ലേഖനങ്ങളാണ് യോഹന്നാന്റെ ലേഖനം. പക്ഷേ ഈ ലേഖനം എഴുതുമ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ നോക്കുമ്പോൾ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, അല്ലെങ്കിൽ എഫേസ്യർക്ക് ലേഖനം, എഫേസ്യർക്കാണ് എഴുതിയത്. പക്ഷെ അതൊക്കെ ആഗോള സഭയ്ക്കുള്ളതാണ് എന്ന് പറയുന്ന പോലെ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ തന്റെ കരങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട സഭയ്ക്കാണ് ഇത് എഴുതുന്നത്. ദൈവത്താൽ യോഹന്നാനിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭയ്ക്ക് യോഹന്നാൻ ഒരു ലേഖനം എഴുതുക. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോ ഷിബു ബ്രദർ വിദേശ രാജ്യത്തേക്ക് പോയി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിളിച്ചൊരു കാര്യം പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പോ ബ്രദർ ഒഫീഷ്യലായിട്ട് വേണമെങ്കിൽ ഒരു ഓഡിയോ നമ്മളെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം. മക്കളെ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വേണമെങ്കിൽ ഒരു ഓഡിയോ ബ്രദറിനെ സെൻഡ് ചെയ്യാം. കാരണം അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ബ്രദറാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ബ്രദറാൽ സ്ഥാപിക്കപ്പെട്ട് കർത്താവിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഷിബു ബ്രദറിലൂടെ സ്ഥാപിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്ക് വിദേശ രാജ്യത്തായിരിക്കുന്ന ബ്രദർ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പും ഒരു മെസ്സേജുമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതാണ് യോഹന്നാൻ തന്റെ കൈപ്പടയിൽ ഒരു ലേഖനം എഴുതി കൊടുത്തിട്ട് അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രഥമ സ്ഥാനം മോഹിക്കുന്ന ദിയോത്രഫോസ് ഞങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. ഇതെന്താ കഥ എന്ന് മനസ്സിലായോ? ആരുടെ അംഗീകാരത്തെ അംഗീകരിക്കുന്നില്ല എന്നാ പറയുന്നത്? ആരുടെ അധികാരത്തെ? യോഹന്നാന്റെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. ആരിലൂടെയാണ് ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടത്? ആരാണ് ഈ സമൂഹത്തെ കൂട്ടിച്ചേർത്തത്? ആരാണ് വിളിച്ചു ചേർത്തത്? ആരാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത്? ആരാണ് അധ്വാനിച്ചത്? യോഹന്നാനാണ് ഇതിനു വേണ്ടിയെല്ലാം അധ്വാനിച്ചത്. എന്നാൽ അവിടെ മുളച്ചു വന്നൊരു ഞാഞ്ഞൂള്, അവന്റെ പേരെന്നാ? ആ പേര് വായിച്ചോ? ദയോത്രഫോസ്. ദയോത്രഫോസ് എന്ത് ചെയ്തു? ഞാഞ്ഞൂള് പറയാണ്, ഞങ്ങളാണ് അധികാരി, ഞങ്ങളാണ് എല്ലാത്തിൻ്റെയും അധികാരം ഞങ്ങളിലാണ്, ഞാനാണ് വിശുദ്ധൻ, ഞാനാണ് ശ്രേഷ്ഠൻ. യോഹന്നാൻ അവനെ കൂടായിപ്പാന്നേ, അവനെ കൂടായിപ്പാ യോഹന്നാൻ. അവനൊന്നും നോക്കണ്ട. അവസരം ഒന്നുകൂടി വായിച്ചോ. പ്രഥമ സ്ഥാനം മോഹിച്ചിരുന്ന ദിയോത്രഫോസ് ഞങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. അതിനാൽ ഞാൻ വന്നാൽ അവന്റെ ചെയ്തികളെ പറ്റി അവനെ അനുസ്മരിപ്പിക്കുകയും അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട്
തൃപ്തനാകാതെ സഹോദരരെ അവൻ നിരസിക്കുന്നു. തന്നെയുമല്ല, അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ചെറിയ കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്, ഭീകരമായൊരു കാര്യം അവിടെ നടന്നു വരുന്നത്. എന്തൊക്കെയാ വരുന്നത്? ഒന്ന്, അവൻ വൻപ് പറയുന്നു, അവൻ ദുഷിച്ചു പറയുന്നു. ആരെ ദുഷിക്കുന്നു? യോഹന്നാനെ ദുഷിച്ചു പറയുന്നു, യോഹന്നാനെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് താനാണ് ഏറ്റവും നല്ലവനെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവൻ ചെയ്തിട്ടും തൃപ്തനാകാതെ സഹോദരങ്ങളെ അവൻ നിരസിക്കുന്നു, കൂടെയുള്ള സഹോദരങ്ങളെയും അവൻ നിരസിക്കുന്നു. തന്നെയുമല്ല, അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും ചെയ്യുന്നു. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പറഞ്ഞ് അവരെയും തടയുന്നു. പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തന്ന നിയമം എന്തുവാ? എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചത് എന്ന് ഓർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. എന്താ പറഞ്ഞ? ആരാണ് നിന്നെ പഠിപ്പിച്ചത്? ആരാണ് നിന്നെ കർത്താവിനെ കാണിച്ചു തന്നത്? ആരിലൂടെയാണ് നീ ദൈവത്തെ അറിഞ്ഞത്? ആരിലൂടെയാണ് ശുശ്രൂഷ സ്ഥാനത്തേക്ക് നിന്നെ എത്തിച്ചത്? നീ അവനിൽ നിന്നും കേട്ട് പഠിച്ചത് മനസ്സിലാക്കി അവയിൽ സ്ഥിരമായി നിൽക്കുക. കാരണം പൗലോസിന് അറിയാം, വ്യാജ സഹോദരങ്ങൾ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ അധ്വാനിച്ചത് നശിപ്പിക്കാൻ വ്യാജ ആടുകൾ, ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കൾ കയറി വരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് തിമോത്തിയോസേ, നീ സൂക്ഷിക്കണം, നീ ശ്രദ്ധിക്കണം, നീ പഠിച്ചത് വ്യക്തമായ ബോധ്യമുണ്ടാകണം. ഇത് ആരിൽ നിന്ന് പഠിച്ചു എന്ന ബോധ്യം നിനക്ക് ഉണ്ടാകണമെന്ന് വ്യക്തമായൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം താഴോട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, ഈ ബൈബിള് എൻ്റെ വീട്ടിൽ ഞാൻ ജനിക്കുമ്പോൾ മുതലുള്ളതാണ്. ഈ ബൈബിളല്ല, POC ബൈബിള്. ഞാൻ ജനിക്കുമ്പോൾ മുതൽ ഈ ബൈബിള് 27 വയസ്സ് വരെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഇതിലെന്താണ്, ഇതിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് എൻ്റെ നിത്യജീവന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതെൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ ജീവനെ നൽകാൻ കഴിവുള്ളത് ഈ വചനത്തിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്നെ കാണിച്ചു തന്നത് പ്രിയപ്പെട്ട ഷിബു ബ്രദറാ. ഞാൻ പാപത്തിൽ നടന്നപ്പോ, ഞാൻ തിന്മയിൽ നടന്നപ്പോ, ഞാൻ ലോകത്തിന്റെ വെറുക്കൂത്തിൽ നടന്നപ്പോ, ഞാൻ ലോകത്തിന്റെ മകനായി നടന്നപ്പോ ഇതിൽ ജീവന്റെ വചനമുണ്ട്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്, അത് ദൈവത്തിന്റെ വചനമാണ് എന്ന് എന്നെ കാണിച്ചു തന്നത് ഷിബു ബ്രദറിലൂടെയാ. അത് സ്വർഗം തീരുമാനിച്ചതാ. ദൈവം ഇന്ന വ്യക്തിയിലൂടെ നിന്നെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ മഹത്വത്തെ കാണിച്ചു തരണമെന്ന് അത് ദൈവത്തിന്റെ തീരുമാനമാണ്, അല്ല അത് ലോകത്തിന്റെ തീരുമാനമല്ല, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. നാളെ ഒരുവൻ വന്ന് എന്തു പറഞ്ഞാലും എനിക്കറിയാം അത് യോഹന്നാന്റെ സഭയിൽ കയറിയ തിന്മയുടെ ദുരാത്മാവാ, അത് ദെമത്രിയോസിന്റെ ദുരാത്മാവാ. ആ ദുരാത്മാവിനെ തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദുരാത്മാവിനെ മനസ്സിലാക്കാനുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അവൻ എന്തു പറയും? അവൻ വൻപ് പറയും, അവൻ ദുഷിച്ചു പറയും, അവൻ അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തും. ഒരുവനെ ദുഷിച്ചു പറയണമെന്ന് ഒരുവൻ കച്ചകെട്ടി തീരുമാനിച്ച അതിനു വേണ്ടി തെളിവുകൾ ഉണ്ടാക്കും, അതിനുവേണ്ടി സകലതും ചെയ്യും, എന്നിട്ട് ദുഷിച്ചു പറഞ്ഞു തുടങ്ങും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാ. സുവിശേഷത്തിലൊരു വാക്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകനെ പ്രവാചകനായി അംഗീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. നമ്മുടെയൊക്കെ തലയിൽ കൈവച്ചിട്ട് അനേക പ്രവചനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവചനങ്ങൾ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി. നമ്മുടെ ചുറ്റും അനേകര് വന്നു പോയവരുണ്ട്, അല്ലെ? എത്തി നോക്കി പോയവരുണ്ട്, വെറുതെ വന്ന് സൊറ പറഞ്ഞു പോയവരുണ്ട്. അവർക്കും കൊടുത്തിട്ടുണ്ട് പ്രവചനം. പക്ഷെ ആ പ്രവചനം അവന്റെ ജീവിതത്തിൽ നടന്നോ ഇല്ലയോ എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. പ്രവാചകനെ പ്രവാചകനായി അംഗീകരിക്കുന്നവന് നടന്നിട്ടുണ്ട്. കാരണം പ്രവാചകന്റെ അനുഗ്രഹം അവനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേ പ്രവാചകന്റെ ആത്മാവ് അവനിൽ പ്രവേശിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. പക്ഷെ പ്രവാചകന്റെ നോക്കാതെ ഒന്ന് എത്തി നോക്കി പ്രവചനം സ്വീകരിച്ചു പോയവന് നമ്മൾ വെറുതെ നോക്കിയാൽ, നമ്മൾ കൊണ്ടുവന്ന കുറേ പേരുണ്ടല്ലോ, അല്ലെ? നമ്മൾ കൊണ്ടുവന്ന കുറേ പേരുണ്ടല്ലോ ഈ കൂട്ടായ്മയില്. എത്തി നോക്കി പോയവർ കുറേ ഇല്ലേ? അവർക്ക് നമ്മൾ പ്രവചനം കൊടുത്തിട്ടില്ലേ? നോക്കിക്കഴിഞ്ഞാൽ വല്ലതും നടന്നിട്ടുണ്ടോ?
എടാ, പ്രവചനം നടക്കണമെങ്കിൽ നീ പ്രിൻസിപ്പിളായിരിക്കണം. അതാ നേരത്തെ നമ്മൾ വചനം വായിച്ചേ. ഈ പുസ്തകത്തിൽ അനുഗ്രഹങ്ങൾ കുറെ പറഞ്ഞിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം നമ്മൾ വായിച്ചു, 30-ാം അധ്യായം വായിച്ചു, 30-ന്റെ 10, 9-10 വായിച്ചു. അനുഗ്രഹങ്ങളുടെ ഒരു പേമഴ തന്നെ പറഞ്ഞിരിക്കുക. പക്ഷെ കൃത്യമായിട്ട് പറയണം, നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം നീ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ തിരിഞ്ഞു വന്നാലോ നടക്കത്തില്ല. പറയാ, പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം, അവന്റെ പ്രവചനം നിന്റെ ജീവിതത്തിൽ നടക്കും. നേരെ തിരിച്ചാണെങ്കിൽ അത് നടക്കത്തില്ല എന്ന് തന്നെയാണ് വചനത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം ഞങ്ങൾ പാലിക്കും, ഈ സുവിശേഷം ഞങ്ങൾ സ്വീകരിക്കും, ഈ ദൈവവചനം ഞങ്ങൾ ഏറ്റെടുക്കും, ഈ വചനത്തിന്റെ സത്യം ഞങ്ങൾ സ്വീകരിക്കും, ഈ വചനത്തിന്റെ ആഴം ഞങ്ങൾ അറിയും. കാരണം ഇന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ദൈവവചനമല്ലാതെ മറ്റൊന്നില്ല. ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഈ സത്യസുവിശേഷമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അറിയുന്നു.